ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ട അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് തുടരുകയാണ്. നമുക്കറിയാം, ഷെയ്ഖ് ഹസീന അവിടുന്ന് പലായനം ചെയ്തതിന് ശേഷം അധികാരമേറ്റ ഇടക്കാല സർക്കാർ, അതിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസ്. ആ മുഹമ്മദ് യൂനസിന് ന്യൂനപക്ഷങ്ങളോട്, വിശിഷ്യ ഹിന്ദുക്കളോട് ഒരു പ്രതിപത്തിയുമില്ല. അവരെ മനുഷ്യരായിട്ട് പോലും കരുതുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോഴിതാ അവിടെ ഏറ്റവും ഒടുവിൽ ഒരു പഴക്കം ചെന്ന ദുർഗാ ക്ഷേത്രം പൊളിച്ചിരിക്കുകയാണ്. സർക്കാർ നേരിട്ട് പൊളിക്കലിന് നേതൃത്വം കൊടുത്തിരിക്കുന്നു. എന്താണ് ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ഹിന്ദുക്കൾക്കെതിരായുള്ള ഈ വേട്ട ബംഗ്ലാദേശിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. നാം കണ്ടതാണ് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും അടക്കം, ഇംഗ്ലണ്ടിലും കാനഡയിലും അടക്കം എല്ലാ പ്രദേശങ്ങളിലും ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ഇത് ഇസ്ലാം വിശ്വാസികളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വലിയ വേട്ട നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ബംഗ്ലാദേശിൽ മാത്രം നാം എന്തിനു ചുരുക്കി കാണണം, ബംഗാളിൽ നടക്കുന്നില്ല, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ വിവിധയിടങ്ങളിൽ നടക്കുന്നില്ല. ഈ അധികാരമുള്ള സ്ഥലങ്ങളിൽ പോലും ഇത്രയും പ്രശ്നമാണെങ്കിൽ അധികാരമില്ലാത്ത സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് നാം ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതാണല്ലോ സംവരണ പ്രക്ഷോഭത്തിന് പിന്നാലെ നാം വിവിധ ഘട്ടങ്ങളിൽ കണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ സംവരണ പ്രക്ഷോഭം നടക്കുകയും ആദ്യം അവർ സർക്കാരിനെതിരായിരുന്നു. സർക്കാർ വീഴുന്നതിന് ശേഷം അവർ ക്ഷേത്രങ്ങൾ പൊളിക്കാൻ വരുന്നു, അതോടൊപ്പം തന്നെ ഹിന്ദുക്കളെ വേട്ടയാടുന്നു, സന്യാസിയെ ഇസ്കോണുമായി ബന്ധപ്പെട്ട് സന്യാസിയെ ജയിലിൽ അടയ്ക്കണം, അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നില്ല, അദ്ദേഹത്തിന്റെ ഏത് ജയിലിലാണെന്ന് പോലും അറിയില്ല, അദ്ദേഹത്തിന്റെ വക്കീലിനെ മർദ്ദിച്ചു കൊല്ലുന്ന ഒരു അവസ്ഥയുണ്ട്. ആ രീതിയിലേക്കുള്ള വലിയ വേട്ടയാണ് നടക്കുന്നത്. അത് പലതവണ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും, UK അടക്കമുള്ള രാജ്യങ്ങൾ ഇതിലെല്ലാം അപലപിച്ചിട്ട് പോലും ആ സർക്കാരുകൾ ഒതുങ്ങാൻ തയ്യാറല്ല. നാം ബംഗ്ലാദേശിൽ കാണുന്നത് കുറച്ചു നാൾ മുമ്പ് പാകിസ്ഥാനിൽ കണ്ടിരുന്നു. പാകിസ്ഥാനിലെ ക്ഷേത്രങ്ങൾ പൊളിക്കുക, മതപരിവർത്തനം നടത്തുക, സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോകുക, അത്തരത്തിലുള്ള ഹീനമായ പ്രവർത്തികൾ നടപ്പിലാക്കുകയും ഇപ്പോൾ അത് നിന്നിട്ടുണ്ട്. എങ്ങനെയാണ് നിന്നിരിക്കുന്നത്? അവിടുത്തെ ജനസംഖ്യ കുറഞ്ഞപ്പോൾ നിന്നു. പൂർണ്ണമായി തന്നെ ഈ ന്യൂനപക്ഷത്തെ ഇല്ലാതാക്കിയപ്പോൾ അവർക്ക് അത് നിർത്താനായി. അത് തന്നെയാണ് ഇപ്പോൾ ഈ ബംഗ്ലാദേശിലെ ഈ മതഭീകരവാദികളും ലക്ഷ്യമിടുന്നത്. അവരുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർ മുൻകാലങ്ങളിൽ 10-15% ഉണ്ടായതെന്ന് ചുരുങ്ങി വെറും 6% എത്തി നിൽക്കുകയാണ്. അവരെ കൂടി ആ 6% കൂടി പുറത്താക്കി പാകിസ്ഥാനെ പോലെ ഒരു മതരാഷ്ട്രമാവുക എന്നതാണ് ആ ബംഗ്ലാദേശിന്റെ ലക്ഷ്യം. പക്ഷെ ബംഗ്ലാദേശിലെ സർക്കാരും അവിടുത്തെ ജനങ്ങളും ഇപ്പോൾ മനസ്സിലാക്കില്ല, പക്ഷെ ഭാവിയിൽ മനസ്സിലാക്കും. അവിടുത്തെ ജനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നാം കണ്ടതാണ്. ഈ ആദ്യം തുടക്കത്തിൽ ഈ ബംഗ്ലാദേശിലെ പോലെ തന്നെ ഈ ബുദ്ധമതത്തെ വേട്ടയാടുക, അവിടത്തെയുള്ള മറ്റു ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുക, പിന്നീട് പ്രതിമകൾ തകർക്കുക. പിന്നീട് താലിബാൻ ഭരണം വന്നപ്പോൾ വിമാനത്തിൽ ചിറകിൽ തൂങ്ങിക്കിടന്നു പോവുകയാണ് ഈ മതവിശ്വാസികൾ. ആദ്യം ഈ ന്യൂനപക്ഷത്തെ വേട്ടയാടിയിരുന്നു. പക്ഷെ ഈ ഭൂരിപക്ഷ സമുദായം അവിടെയെല്ലാം അധികാരത്തിൽ വരുമ്പോൾ ആർക്കാണ് പ്രശ്നം? അത് ഈ മതത്തിന് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ഇസ്ലാമിക ഭരണകൂടം, സുന്ദരമായ ഭരണകൂടം വരുമ്പോൾ അത്രയും വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിൽ അവർ അവിടെ നിൽക്കണ്ടേ? നാം കണ്ടതാണ്, അത്ഭുതപ്പെടുത്തി എത്രത്തോളം ഈ ജീവനിൽ പോലും കൊതിയുള്ള ആരെങ്കിലും ഈ വിമാനത്തിൽ തൂങ്ങി യാത്ര ചെയ്യാൻ ശ്രമിക്കുമോ? ആ രീതിയിലേക്ക്, അതാണ് ഈ മതത്തിന്റെ എന്തായാലും കഴിവ്. കാരണം ഒരു വിഭാഗം ആ രീതിയിലേക്കാണ് ബംഗ്ലാദേശിലും ഇനി ഒരു മാറ്റം വരാൻ പോകുന്നത്. അത് കൃത്യമായ സമയത്ത് തന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും മുഹമ്മദ് യൂനിസിനെതിരെയും തെരുവിലിറങ്ങിയില്ലെങ്കിൽ അവർ അനുഭവിക്കാൻ പോകുന്നതും ബംഗ്ലാദേശിനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല, ദൈവത്തിന് പോലും സാധിക്കില്ല. ഇത്തരം പ്രവർത്തനങ്ങളിലേക്കായിരിക്കും. അതിന്റെ ചില തുടക്കങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ചില ജമാഅത്തെ ഇസ്ലാമി ചന്തകളിലെല്ലാം പോയി നിന്ന് പറയുന്നത് അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ വിൽക്കാൻ കഴിയുകയുള്ളൂ. ഒരു മതഭരണത്തിലേക്കാണ് ജമാഅത്തെ ഇസ്ലാമിയും ലക്ഷ്യമിടുന്നത്. അതിന്റെ ഒരു തുടക്കം ആദ്യം ന്യൂനപക്ഷമാണല്ലോ. ആദ്യം അവർ ന്യൂനപക്ഷത്തെ വേട്ടയാടും, അതിനുശേഷമായിരിക്കും ഭൂരിപക്ഷത്തെ വേട്ടയാടാൻ വരുന്നത്. പിന്നീട് കുട്ടികളെ വേട്ടയാടും, പിന്നീട് സ്ത്രീകളെ വേട്ടയാടും, പിന്നീട് മതനിയമത്തിന് വേണ്ടി അവർ പരസ്പരം തമ്മിലടിക്കും. അതാണ് നാം അഫ്ഗാനിസ്ഥാനിൽ കണ്ടത്, പാകിസ്ഥാനിൽ കണ്ടത്, സിറിയയിൽ കണ്ടത്, ഇപ്പോൾ നൈജീരിയയിൽ കാണുന്നത്. ആ രീതിയിൽ അവർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ സുഖമായിരിക്കും ന്യൂനപക്ഷത്തെ. കാരണം വെറും 6% ന്യൂനപക്ഷത്തെ വേട്ടയാടാൻ സുഖമായ ഈസിയായി നടക്കും. അതെ, അങ്ങനെ ഒരു വേട്ടയാടുന്നതിന്റെ ഒരു തുടക്കമാണ് ബംഗ്ലാദേശിൽ കണ്ടത്. അവിടുത്തെ ഹിന്ദു ക്ഷേത്രത്തെ പൂർണ്ണമായി തന്നെ പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. കുറച്ചു നാളുകളായി തന്നെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെടുകയാണ് ആ ക്ഷേത്രം പൊളിച്ചു നിൽക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. എങ്ങനെയാണ്? സുരക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ്.
ആ ക്ഷേത്രത്തിന് സുരക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ പ്രക്ഷോഭം സംഘടിപ്പിച്ചപ്പോൾ ഈ പുതിയ സർക്കാർ വന്നപ്പോൾ ചെയ്തതോ സൈനികരുമായി എത്തുകയാണ്. സൈനികരും ആദ്യം പോലീസുമായി എത്തി ക്ഷേത്രം പൊളിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടുത്തെ ഹിന്ദുക്കൾ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവർ അവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. ആ പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ കൂടുതൽ സൈനികരെ അവിടെ എത്തിച്ച് പട്ടാളത്തെ എത്തിച്ചാണ് ആ ക്ഷേത്രം പൊളിച്ചിരിക്കുന്നത്. പൂർണ്ണമായി തന്നെ പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം മനസ്സിലാക്കുന്ന സംവരണ പ്രക്ഷോഭത്തിന് പിന്നാലെ വലിയ രീതിയിൽ സംഘർഷം ഉണ്ടായിട്ടും ഇന്ത്യ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ട് ആ മത ഭീകരവാദ രാഷ്ട്രത്തിന് ഒരു കുലുക്കവുമില്ല. അവർ നിരന്തരം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. അതല്ലേ ഈ മറ്റൊരു കാര്യം, ഇതിന്റെ ആദ്യ അടി നൽകാൻ പോകുന്നത് ചിലപ്പോൾ ഇന്ത്യയായിരിക്കും. ഇന്ത്യ വലിയ രീതിയിലാണ്, ഇന്ത്യ കണ്ടില്ലെന്ന് നടിക്കുമ്പോഴും വലിയ രീതിയിലാണ് ഇന്ത്യയെ മാന്താൻ അവർ ശ്രമിക്കുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് തന്നെ അവിടുത്തെ നേതാവിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, പാകിസ്ഥാൻ ഒരു ഭാഗത്ത് യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങൾ മറുഭാഗത്ത് യുദ്ധം ചെയ്യുന്നത്. അതെന്താണ് മറ്റേ അതുപോലെ അവിടുത്തെ ഒരു മുതിർന്ന സൈന്യത്തിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ഇന്ത്യ പാകിസ്ഥാനെ അടിക്കുകയാണെങ്കിൽ ചൈനയുമായിട്ട് ചേർന്ന് നമ്മൾ ഇന്ത്യയെ അടിക്കണം എന്നാണ് പറഞ്ഞത്. അല്ല, അത്തരം പ്രസ്താവനകളും ബന്ധങ്ങൾ സ്ഥാപിച്ച മാലിയും ശ്രീലങ്കയിലും പട്ടിണി വന്ന് ഇന്ത്യയുടെ പുറകെ നടക്കുകയാണ്. പാകിസ്ഥാൻ തന്നെ കൊടിയ പട്ടിണിയിലാണ്. ബംഗ്ലാദേശിലും സ്ഥിതി ഒട്ടും വിഭിന്നമല്ല. പക്ഷെ അവർക്ക് ഈ മതം തിന്ന് ജീവിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും ഒന്നും അവർക്ക് വിഷയമല്ല. അല്ല, ഈ മതത്തിന്റെ മറ്റൊരു കാര്യമുണ്ട്. കുറച്ച് നാളുകളാകുമ്പോൾ അവിടെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ബംഗാളിലേക്ക് കുടിയേറാനുള്ള ശ്രമവും നടത്തും. പക്ഷെ എന്തായാലും ഇനിയുള്ള സർക്കാരുകൾ ബംഗാളിൽ ബംഗാളിലെ ജനങ്ങൾ തീരുമാനിക്കുകയാണ്. ഈ BJP സർക്കാരിന് അവരുടെ അധികാരത്തിൽ കയറ്റാൻ ശ്രമം നടത്തിയാൽ ആസാമിൽ നാം കണ്ടതുപോലെ ആയിരിക്കും. പണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ അവിടെ ഹിന്ദുക്കളെ ആക്രമിച്ചിട്ട് ഓടി ആസാമിൽ വരും. ഇപ്പോൾ ആസാമിൽ നിന്ന് അങ്ങോട്ട് ഓട്ടിക്കുകയാണ്. ആ രീതിയിൽ ആസാമിൽ പുതിയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കണമെന്ന് വളരെ കർശനമായിട്ട് ആസാം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അല്ല, അദ്ദേഹം അതിന്റെ തുടർ നടപടികളുമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെയും ഈ ബംഗ്ലാദേശികളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമായി 2026 തെരഞ്ഞെടുപ്പ്. 5 വർഷം കൂടെ അദ്ദേഹത്തിന് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം പൗരത്വ രജിസ്റ്റർ നടപ്പാക്കും. അനധികൃതമായി കുടിയേറിയതിനെ മുഴുവനും കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയും ചെയ്യും. ഏതൊരു പുഴ കടന്നിട്ടാണല്ലോ, ബ്രഹ്മപുത്ര അത് കടന്നിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ തിരിച്ചൊരു വഞ്ചി ഉണ്ടാക്കി വെക്കുന്നത് ഇപ്പോഴേ നല്ലതായിരിക്കും. ചിലപ്പോ നമുക്ക് പറയാൻ കഴിയില്ല. ആസാമിലും ബംഗാളിലും ഒക്കെ വലിയ തോതിൽ റോഹിംഗ്യകൾ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ആസാമിൽ ഒരു പരിധി വരെ നടക്കില്ല. കാരണം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ത്യൻ സൈനികർക്ക് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ, കയ്യേറ്റം ചെയ്യുക, മർദ്ദിക്കുക, അല്ലെ? ചിത്രങ്ങൾ വരുന്നുണ്ടല്ലോ. എന്തിനാണ് ദാക്ഷിണ്യം? അവർ അവിടെ ഹിന്ദുക്കളെ വേട്ടയാടിയിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ഇനി എവിടെയും തലവേദന ഉണ്ടാക്കുന്നത് നാം കണ്ടിരുന്നു. പണ്ട് ആസാമുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഭൂരിപക്ഷമുള്ള ഈ റോഹിംഗ്യകൾക്കും ഈ ബംഗ്ലാദേശികൾക്കും ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ നിരന്തര സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് ഒരു ഘട്ടത്തിൽ നാം ചർച്ച ചെയ്തിരുന്നു. അത്തരം സംഘർഷങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. കാരണം കൃത്യമായി തന്നെ ആരാണ് സംഘർഷത്തിന് തയ്യാറെടുക്കുന്നവരെ നേരിട്ട് തന്നെ നേരത്തെ തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ നടപടി എടുക്കാനുള്ള ശ്രമം വരും. എന്തായാലും 2026 തെരഞ്ഞെടുപ്പായിരിക്കും ഇതിലെ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത്. ചിലപ്പോൾ നാം ഉത്തർപ്രദേശിൽ കണ്ടതുപോലെ തന്നെ കോൺഗ്രസ് ഇനി ജാതി പറഞ്ഞവിടെ ഒരു ഭരണ അട്ടിമറി സംഭവിക്കാനുള്ള സാധ്യതയും ചിലപ്പോൾ കാണാം. കാരണം ഈ ബംഗാളിലെല്ലാം കാണുന്നുണ്ടല്ലോ, വലിയ രീതിയിൽ തന്നെ ഇന്ത്യക്കാർക്ക് വോട്ട് കാണില്ല ലിസ്റ്റിൽ, പക്ഷെ ബംഗ്ലാദേശികൾക്ക് കൃത്യമായി വോട്ട് ചെയ്യുന്ന സാഹചര്യം നാം പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത്തരം നീക്കങ്ങൾ ഇനി ആസാമിലും ഉണ്ടാകുമോ എന്നും നാം സംശയിക്കേണ്ടിയിരിക്കും. അങ്ങനെയൊന്നും നടക്കാതിരുന്നാൽ കൃത്യമായി തന്നെ ബംഗ്ലാദേശികളെ നമുക്ക് ഒരു പരിധി വരെ ഇവിടെ നിന്നും പുറത്താക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നാം ബംഗ്ലാദേശിലേക്ക് പോകുമ്പോഴാണ് അവിടുത്തെ ഈ ഭൂരിപക്ഷ സമുദായത്തിന്റെ ന്യൂനപക്ഷ സമുദായത്തിന്റെ അവസ്ഥ വലിയ ഗുരുതരമാണ്. അത് ഹിന്ദുക്കൾ മാത്രമല്ല, ബുദ്ധന്മാരുമായി ബന്ധപ്പെട്ട് നാം കണ്ടതാണല്ലോ. ബുദ്ധന്മാരുമായി ബന്ധപ്പെട്ട് അവരെ വലിയമായിട്ടും ജൈനന്മാരുമായിട്ടും സിഖുകാരുമായിട്ടും ക്രിസ്ത്യാനികളുമായിട്ടും ഒക്കെ അവിടെ പ്രശ്നമാണ്. ആ ബുദ്ധന്മാരുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അവരെ പ്രതിസന്ധിയിലാക്കിയത് കൊണ്ടാണ് മ്യാൻമാറിൽ നിന്നുള്ള ചില സൈനികർ ഇങ്ങോട്ട് കടന്നു കയറി ഈ ബംഗ്ലാദേശിന് തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നാം പണ്ട് കണ്ടിരുന്നു. പക്ഷെ ഇനി തീരുമാനമെടുക്കേണ്ടത് ആ രാജ്യത്തെ ജനങ്ങളാണ്. അവർക്ക് ന്യൂനപക്ഷത്തിന് വേട്ടയാടണോ അതോ സമാധാനത്തോടെ ജീവിക്കണോ എന്ന് അവരാണ് ഇനി തീരുമാനിക്കേണ്ടത്.